ഹേ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്, 1 ഡേ ട്രിപ്പ്. അതും കമ്പനിയിൽ നിന്നാണ്. നമ്മളധികവും കമ്പനിയിൽ തന്നെയാണ് ട്രിപ്പ് പോകുന്നത്. ഈ ഗൈസ് ഞാൻ മുടിയൊക്കെ മുറിച്ചു. റീലൊക്കെ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവാം. പുതിയൊരു ലുക്കായില്ലേ. അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ കക്കാടംപൊയിലേക്ക് കേട്ടോ. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനം. തൊഴിലാളി ദിനത്തിനോട് അപേക്ഷിച്ച് ഞങ്ങൾ തൊഴിലാളികൾ, ഇതൊരു വർക്കേഴ്സ്, ചെറിയൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒരു 10-15 ആൾക്കാരുണ്ടാവും. കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് പോവുകയാണ്. കക്കാടംപൊയിൽ ഇവിടെ അടുത്ത് 1.5 മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളൂ. ഞങ്ങളവിടെ പോകുന്നത് മറ്റേ വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ, പിന്നെ അവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കില്ലേ, അവിടെയാണ് പോകുന്നത്. കാര്യമായിട്ട് ചെറിയൊരു രീതിയിലുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പോകുന്ന വിശേഷം ഞാൻ കാണിച്ചൊക്കെ തരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഞങ്ങൾ കക്കാടംപൊയിൽ ടൗണിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആരും ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ടൊരു ടീ ഷോപ്പിലേക്ക് നേരെ പോവുകയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഓരോരുത്തർ ഓരോ ചായയും കോഫിയും അതുപോലെ തന്നെ ഓരോ പൊറോട്ടയും ഓരോ മുട്ടയൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അബീൻ്റെ കാറിലുള്ളൊരു പാവിയായിരുന്നു കേട്ടോ. മുന്നിൽ അതിലായിട്ട് ബാക്കിയുള്ള ടീമൊക്കെ കാറിൽ വരുന്നതാണ്. റോഡ് പറ്റാത്തതാണ്. ഇവിടെ റോഡിന്റെ പണി നടക്കുന്നുണ്ട് തോന്നുന്നു. കാരണം സൈഡിലൊക്കെ ആയിട്ട് മറ്റേ ബാരിക്കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ പണിയൊന്നും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ബൈക്ക് എടുത്ത് വന്നിട്ടുള്ളത്. മറ്റേ 2 ടീംസ് കാറിലാണ് വന്നത്. നല്ല പച്ച പട്ടുടയാടെ അടിഞ്ഞൊരു മലയുടെ നാട്, മല പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങളൊരു ഇപ്പൊ സമയം എത്രയാ, 7:30 ആയിട്ടോ. ഞാൻ കാരണല്ല, 4:30 ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇവരെ ഇറങ്ങിയ എത്ര മണിക്കാന്നോ, 5:10 ഇറങ്ങിയ. പിന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇങ്ങല്ലേ ചോദിച്ചാൽ ആരും 2 മണിക്കൂർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ട്. അപ്പം പിന്നെ അങ്ങനെ ലേറ്റ് ആയിപ്പോയി. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നലെ മഴ പെയ്തതിനെ കൊണ്ടുതന്നെ നല്ലൊരു ക്ലൈമറ്റ് ആണ്. പക്ഷെ കോടയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ഫൗണ്ടെയിനിലല്ലേ, സ്കൈവേ അല്ലല്ലോ, ഫൗണ്ടെയിൻ അല്ലേ. ഞങ്ങൾ വണ്ടിക്ക് വന്നതിനെ കൊണ്ട് ഈ കയറ്റം കയറുകയാണ്. ഓല് ജീപ്പിന് വന്ന ഒരു കറക്റ്റ് മേലെ എത്തും. ഞങ്ങളാണ് പെടാൻ പോകുന്നത്. ശരിക്കും ജീപ്പിനല്ല ഇവിടെ കയറേണ്ടത്, ഇങ്ങനെ നടന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണം. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെയൊക്കെ ഫുള്ള് റിസോർട്ടാട്ടോ. ചക്ക വേണമെങ്കിൽ വേരിൽ കഴിക്കൂ ഗൈസ്. വേരില്ല, പക്ഷെ വേര് താഴോട്ടുണ്ടല്ലോ. ശ്വാസം വലിക്കുന്ന സൗണ്ട് മാത്രമേ എല്ലാവരും കേൾക്കുന്നുള്ളൂ. സൂര്യൻ ഉദിച്ചു ഗൈസ്. ടിറ്റൂസ് മുന്നിൽ പടകനായകനായിട്ട് നയിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ റോഡൊക്കെ പണിതിട്ടുണ്ട്. ആദ്യം കക്കാടംപൊയിലേക്ക് വരുന്ന വഴി ഇതല്ലായിരുന്നു, അപ്പുറത്തൂടെയായിരുന്നു. ഇപ്പോൾ പുതിയ വഴിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ണാക്കിലെ വെള്ളം വറ്റിപ്പോയി. വെള്ളമൊക്കെ വണ്ടിയിലായിരുന്നു. ഇവിടെ നല്ല സൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. പുതിയ റാപ്പാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ കയറി എത്തുമ്പോഴത്തേക്ക് ഇവർ ജീപ്പിൽ വന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് കുരിശുമലയാണ്. അവിടെ 2 മലയാണുള്ളത്. ഒന്ന് കുരിശുമലയും അതുപോലെ തന്നെ ഒന്ന് സ്വർഗ്ഗക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള കുന്ന്. ആ സ്വർഗ്ഗക്കുന്ന് ഭയങ്കര ഹൈറ്റിലുള്ള കുന്നാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കയറി പോകാനുണ്ട്. ഈ കുരിശുമല അത്രയൊന്നും കയറാനില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് കുരിശുമലയാണ്. നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ നമുക്ക് അവിടെ കയറുമ്പോൾ കിട്ടാനുള്ളത്. ഞങ്ങളെത്തി. നേരത്തെ വന്ന് സീറ്റ് പിടിച്ചേക്കുന്നു തുഷാരേച്ചി. കുടുങ്ങി വന്നിട്ട്
അപ്പോൾ ഇതാ ഞങ്ങൾ കുരിശുമല കയറിയിട്ടുണ്ട്. അവിടുന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ആ ടൈമിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോടയൊന്നും കാണാൻ കിട്ടിയില്ല. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്ത്. പിന്നെ അവിടുന്ന് എല്ലാവരും അറഞ്ചം ഫോട്ടോ എടുക്കുകയായിരുന്നു, ഓരോ മൂലയ്ക്ക് പോയൊക്കെ നിന്നിട്ട്. ഞങ്ങളങ്ങനെ ഒരു 8:30 8:45 ആകുമ്പോഴത്തേക്ക് ഇതാ നേരെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 8:45 ആകുമ്പോഴത്തേക്കാണ് ജീപ്പ് തിരിച്ച് റിട്ടേൺ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ജീപ്പിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ജീപ്പിന് 1000 രൂപയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എത്ര ആൾ കയറുകയാണെങ്കിലും ജീപ്പിന് 1000 രൂപയായിരുന്നു റേറ്റ്. ആ റേറ്റ് കുറച്ച് ഓവറായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ജീപ്പിലുള്ള കലാപരിപാടികൾ കാണിച്ചു തരാം കേട്ടോ. വേറെ വണ്ടി പാട്ടില്ല. പറഞ്ഞാലേ നമുക്ക് ആൾക്കാരൊക്കെ പക്ഷെ നമ്മളെ വണ്ടി തന്നെ വന്ന് പിടിച്ചിരുന്നോ തെറിച്ചു പോണ്ട, പിടിച്ചിരുന്നോ നോക്കാം. പാട്ട് മാത്രമേ ഉറങ്ങിക്കൊണ്ടാ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസ്കീനെ കണ്ടപ്പോൾ അവിടെ റോഡിൽ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി. സിദ്ദിഖിന് 2 ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് കോയിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ്. കോയിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. നാളെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.